ആദ്യം മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ഒരു യേശു മാത്രമേ ഉള്ളൂ. ആ പ്രാണാളുകളുടെ മാത്രമേ തുറന്നു കിടപ്പുള്ളൂ. ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ മാടി വിളിക്കുകയാണ്. ഇന്ന് ശബ്ദം ഒന്ന് കേൾക്കുമോ? ഈ ശബ്ദം ഒന്ന് കേൾക്കുമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഒന്ന് കീഴ്പ്പെട്ടത് കൊടുക്കുമോ? എന്റെ ദൈവമേ, ഇതാ ഞാൻ, എന്നോട് സംസാരിക്കണമെന്ന്, ഇതാ ഞാൻ, എന്നോട് അരുളി ചെയ്യണമെന്ന്, അപ്പാ ഇതാ എന്റെ പൈതല്, ഈ വിലയെ വിടിവിക്കണമെന്ന്. വേദനാജനകമായി നിൽക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്മേൽ ഏറ്റവും പ്രധാനമായ വിപത്ത് എന്ന് പറയുന്നത് ലഹരി പദാർത്ഥങ്ങൾ കടിമയായി തീരുക എന്നതാണ്. സന്തോഷത്തിനു വേണ്ടി ആദ്യം ചെറുതായിട്ട് തുടങ്ങുന്ന ഈ വിപത്ത് പിന്നീട് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത വലിയ അധപ്പതനത്തിലേക്കും സാമൂഹിക തിന്മയിലേക്കും കുടുംബ തകർച്ചയിലേക്കും മാറുന്ന ഒരു വലിയ വിഷയമായി നമുക്ക് കാണാൻ കഴിയും. മദ്യപാനം അല്ലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കേരളത്തിൽ മനുഷ്യർ സമാധാനത്തിലും സന്തോഷത്തിലും കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു നമുക്കറിയാം. എന്നാൽ ഇന്ന് മാരക വിഷങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം മുഖാന്തരം കുടുംബങ്ങളുടെ സന്തോഷം, സമാധാനം കെട്ടുപോകുന്ന അവസ്ഥ വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഏറെ പ്രാർത്ഥനയുടെ ഫലമായി ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഓപ്പറേഷൻ തുഫാൻ എന്ന ഒരു പ്രക്രിയ സർക്കാർ കൊണ്ടുവന്ന് അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടായും വന്നേക്കാം, ബുദ്ധിമുട്ടുണ്ടായും വന്നേക്കാം. എന്നാൽ കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത ഒരു നിത്യഭവനമാണ് നമ്മുടെ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ആകയാൽ നന്മ പ്രവൃത്തി ചെയ്ത് ലോകത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. എന്തുകൊണ്ട് അതേ വഴിയോരങ്ങളിൽ, അതേ കവലകളിൽ, വീടുകളിൽ വന്ന് യേശു